ഇന്ത്യയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കായാലും ക്രിസ്ത്യൻ വിഭാഗത്തിനായാലും തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രദേശം കേരളമാണ്. അതിൻ്റെ കാരണക്കാര് ഇടതുപക്ഷമാണ് എന്ന് അറിയുന്ന ആളായിരിക്കില്ലേ സച്ചിദാനന്ദ മാഷ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ BJP അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സംവിധാനത്തെ തിരികെ കൊണ്ടുവരണമെന്ന അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് വളരെ ലളിതവൽക്കരണവുമാണ്. സച്ചിദാനന്ദ മാഷെ പോലെ വളരെ ആഴത്തിൽ രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരാൾ ഒരു കാലത്ത്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അതിശയം തോന്നുന്ന തരത്തിലൊരു ഉപരിപ്ലവമായ വിശകലനവുമാണത്. കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ത്യയിലെ ഒരു വർഗീയ സംഘർഷം പോലും നടക്കാത്ത സ്ഥലം ഈ കേരളമാണ് എന്നുള്ളത് മാഷ്ക്ക് അറിയാത്ത കാര്യമില്ല. BJPയുടെ ഈ പോളറൈസേഷൻ്റെ പൊളിറ്റിക്സ് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കാത്തത്? ബാക്കി എല്ലായിടത്തും BJP എങ്ങനെ കയറി വന്നത് ഈ വർഗീയ രാഷ്ട്രീയം പ്രയോഗിച്ചാണ്. ആസാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എല്ലായിടത്തും മുസഫർ നഗറിലെ കലാപം ഉണ്ടാക്കിയിട്ടാണ് SP അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത്. പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടാണ്. BJPയുടെ രാഷ്ട്രീയം ലളിതമാണ്, സ്ട്രെയിറ്റ് ആണ്. പോളറൈസ് ചെയ്യുക, ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് വാങ്ങുക. അത് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വിജയിക്കാതെ പോയി? അതും ഈ 10 വർഷം BJP കേന്ദ്രാധികാരത്തിലിരുന്ന 10